ഹായ്, ഞാൻ പ്രിയ. ഞാൻ യാദൃച്ഛികമായിട്ടൊരു വീഡിയോ കാണാനുള്ള ഇടയുണ്ടായി. അപ്പൊ അതിന്റെ ഒരു മറുപടി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിന് മറുപടി പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ എന്തോ എനിക്കത് മറുപടിയായിട്ടൊരു വീഡിയോ ചെയ്യേണ്ടി വന്നു. ഇത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക. എന്റെ ആർക്കിടെക്ട് എന്നെ ചീറ്റ് ചെയ്തു. എന്റെ ആർക്കിടെക്ടിന് ഇതിനെപ്പറ്റി യാതൊരു നോളജും ഇല്ല. ഇതൊക്കെ ഞാൻ ഫ്ലോർ പ്ലാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് റെഗുലർലി കേൾക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്. ഒരു ആർക്കിടെക്റ്റിന്റെ വാക്കുകളാണ്. എന്റെ ആർക്കിടെക്ട് എന്നെ ചീറ്റ് ചെയ്തു, അവർക്ക് ഇതിനെപ്പറ്റി ഒരു നോളജ് ഇല്ല, അങ്ങനെയുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഒരു വർക്ക് എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നോളജ് ഇല്ലാതെ അങ്ങനെ ഒരു സംഭവം തുടങ്ങാൻ ആർക്കും തന്നെ പറ്റില്ല. ഇപ്പം ഒരു IT ഹോൾഡർ ആണെങ്കിലും ശരി, ഒരു ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിലും ശരി, എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ലൈസൻസ് ഒരു ഏതെങ്കിലും ഒരു എഞ്ചിനീയറിന്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിന്റെ കൂടെയോ വർഷങ്ങളോളം അവർ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവർ സ്വന്തമായിട്ട് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അത് ഈ വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അവര് നമുക്ക് റിവ്യൂ ചെയ്യാൻ തരുന്ന ഫ്ലോർ പ്ലാൻ കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ക്ലിയർ ആണ് അതൊരു ആർക്കിടെക്ട് വരച്ചിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ അല്ല. 30+ പ്രോജക്ട്സിന്റെ ഫ്ലോർ പ്ലാൻസ് ഞാൻ ഈ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ റിവ്യൂ ചെയ്തു. അതിൽ രണ്ട് ഫ്ലോർ പ്ലാൻ മാത്രമാണ് ശരിക്കും ആർക്കിടെക്ട്സ് വരച്ചിട്ടുള്ള ഫ്ലോർ പ്ലാൻ എന്റെ മുന്നിൽ കിട്ടിയത്. അതിൽ നമുക്ക് കമന്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഒരു ഫ്ലോർ പ്ലാൻ നമ്മുടെ കൈ കിട്ടുമ്പോൾ ഒരു 1 hour സെഷൻ ആയിട്ട് റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ടൈമിന്റെ ഉള്ളിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സജഷൻസ് മേക്ക് ചെയ്ത് അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് ബെറ്റർ ആക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഫ്ലോർ പ്ലാൻസ് മാത്രമേ നമ്മൾ റിവ്യൂവിന് എടുക്കുന്നുള്ളൂ. നല്ലൊരു ഫ്ലോർ പ്ലാൻ ആണെങ്കിൽ നമ്മളത് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വളരെ മോശമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ നമുക്ക് ഇതിനകത്ത് ചെറിയ സജഷൻസ് മേക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, എൻറ്റയർലി അതിന്റെ സോണിംഗ് തന്നെ മാറ്റണം. ഈ കേസിൽ ഞാൻ റിവ്യൂവിന് ഫ്ലോർ പ്ലാൻസ് എടുക്കാറില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു ആർക്കിടെക്ട് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒരു ഫ്ലോർ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ അതൊരു ആർക്കിടെക്ട് വരച്ചതാണോ ഇല്ലയോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി. ഓക്കെ, ഇതിന്റെ മറുപടി ഞാൻ പറയാം. ഒരു ഫ്ലോർ പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ അതൊരു ആർക്കിടെക്ട് വരച്ചതാണോ, ഒരു എഞ്ചിനീയർ വരച്ചിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ വരച്ചിട്ടുള്ളതാണോ എന്ന് ആർക്കായാലും മനസ്സിലാവും. സാമാന്യം ഇതിനെക്കുറിച്ച് ബേസിക് നോളജ് ഉള്ള ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇവർ ഈ പറയുന്നത് പ്രസന്റേഷൻ ഡ്രോയിങ്ങിനെ കുറിച്ചിട്ട് മാത്രമായിരിക്കാം. കാരണം നമ്മൾ ഇത് പെർമിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടില് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉള്ള ഒരു നാട് തന്നെയാണ് നമ്മുടേത്. അപ്പൊ നമുക്ക് പെർമിഷൻ എടുക്കണമെങ്കിൽ തന്നെ കേസ്മാർട്ട് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പെർമിഷൻ എടുക്കുന്നതും അതുപോലെ തന്നെ കംപ്ലീഷൻ എടുക്കുന്നതും. ഈ പെർമിഷൻ എടുക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രിന്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ പ്രിന്റ് ഔട്ട് കണ്ടാൽ ഈ ആർക്കിടെക്ട് വരച്ച ഒരു ഡ്രോയിങ് ആണെങ്കിലും ശരി, എഞ്ചിനീയർ വരച്ച ഡ്രോയിങ് ആണെങ്കിലും ശരി, അതിൽ താഴെയുള്ള IT ഹോൾഡർ അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡർ വരച്ച ഒരു ഡ്രോയിങ് ആണെങ്കിലും ശരി, ഒരേ പ്രിന്റ് ഔട്ട് തന്നെ കിട്ടുകയുള്ളൂ. കാരണം നമ്മൾ ഈ പ്രസന്റേഷൻ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കേസ്മാർട്ടിനകത്ത് ആവശ്യമായിട്ട് വരത്തില്ല. ജസ്റ്റ് ഡിസൈനിങ്ങും കാര്യങ്ങളും മാത്രം പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കേസ്മാർട്ടിനകത്ത് നമ്മൾ പെർമിഷൻ എടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് തന്നെ. അപ്പോഴും നമുക്ക് കിട്ടുന്ന പ്രിന്റ് ഔട്ട് അത് ആർക്കിടെക്ട് വരച്ചാലും അതിൽ താഴെയുള്ളവർ വരച്ചാലും കിട്ടുന്നത് ഒരേ പ്രിന്റ് ഔട്ട് തന്നെയാണ് അതിൽ കിട്ടുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് അവർ CAD വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് CAD തന്നെയാണ്, AutoCAD തന്നെയാണ് ഈ ആർക്കിടെക്ട് യൂസ് ചെയ്യുന്നതും. അതുപോലെ തന്നെയാണ് അതിൽ താഴെയുള്ള ഒരു IT ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഹോൾഡേഴ്സ് യൂസ് ചെയ്യുന്നതും ഇതുപോലെയുള്ള ഡ്രോയിങ്സ് തന്നെയാണ്. പിന്നെ ഫേക്ക് ആയിട്ട് അങ്ങനെ ഒരു ആൾക്ക് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് ആണെന്ന് പറഞ്ഞിട്ടോ നടക്കാൻ കഴിയില്ല. സാധാരണ ബേസിക് നോളജ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ടിന്റെ കീഴിൽ എക്സ്പീരിയൻസ് നേടാൻ സാധിക്കുകയുള്ളൂ. അത് ഈ വ്യക്തി ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. കഴിയില്ലേ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. കാരണം നമുക്ക് ആ ഒരു ഫ്ലോർ പ്ലാൻ വെറുതെ റാൻഡംലി അറേഞ്ച് ചെയ്ത് അതില് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി അവിടെ ഇവിടെ കുറച്ച് ഫർണിച്ചർ അല്ലെങ്കിൽ കുറച്ച് ട്രീസോ ഗ്രാസോ ഒക്കെ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ല ഫ്ലോർ പ്ലാൻ ആവില്ല. എല്ലാ കാര്യങ്ങൾക്കും റെഗുലേഷൻസ് ഉള്ള നമ്മുടെ നാട്ടില് എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിൽ മാത്രം ഇത്ര സിമ്പിൾ ആയിട്ട് ആളുകൾ ഇങ്ങനെ ഫേക്ക് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ലൈസൻസ്ഡ് അല്ലാത്ത ഒരാൾ ഒരു ഡോക്ടർ ആണെന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താലോ ഒരു അഡ്വക്കേറ്റ് ഫേക്ക് ആയിട്ട് പ്രാക്ടീസ് ചെയ്താലോ ഒക്കെ അത് ഭയങ്കര വലിയ ഇഷ്യൂസ് ആകുമ്പോഴും 3D വിഷ്വലൈസിംഗ് പോലുള്ള സോഫ്റ്റ്വെയർസ് പഠിച്ചവര് ഇല്ലെങ്കിൽ വെറുതെ സൈറ്റിൽ നടന്ന എക്സ്പീരിയൻസ് മാത്രമുള്ള ആളുകൾ ഇവരൊക്കെ ആർക്കിടെക്ട് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഫേംസിന്റെ മുന്നിൽ ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ശരിക്കും സാധാരണ ആളുകളെ മിസ്ലീഡ് ചെയ്യുകയും ചീറ്റ് ചെയ്യുന്നതിന് ഈക്വൽ. ഓക്കെ, ഈ പറഞ്ഞ വ്യക്തി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പം അതില് താഴെ ഇപ്പം BArch കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാമോ എന്നുണ്ടോ? ഒരു IT ഹോൾഡർ ആയ സാധാരണക്കാർക്കും അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഹോൾഡർ ആയ സാധാരണ വ്യക്തികൾക്കും ഒരു ഓഫീസ് തുടങ്ങണമെന്ന് വിചാരിച്ചാൽ അത് പോസിബിൾ ആയ കാര്യമാണെന്ന് പോസിബിൾ ആയ ഒരു കാര്യമല്ലേ? അങ്ങനാണോ ഈ വ്യക്തി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല.
പ്രഗ്നന്റ് ആയിട്ടുള്ള അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. ഇനി നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്നത് ജെനുവൻ ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ ആണോ എന്ന് അറിയാനുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഞാനിവിടെ ക്യാപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ. ഒരു സാധാരണ വ്യക്തിക്കും ITI കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കഴിഞ്ഞ ഒരു വ്യക്തിക്കും ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും തന്നെ ഇല്ല. അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്ര M² വരെ ഒരു ഡിപ്ലോമ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡ്രോയിങ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ബിൽഡിംഗ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യത്യാസം മാത്രമേ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൂ എന്നുള്ള കാര്യം കൂടി ഇവർ മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇത് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതിനോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. കൂടാതെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. BArch എന്ന് പറയുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതിനോട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു BArch ആണെങ്കിലും ശരി, BTech കഴിഞ്ഞ ഒരു വ്യക്തികളോടാണെങ്കിലും ശരി, അവരുടെ ആ ക്വാളിഫിക്കേഷനിൽ അവരുടെ ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതുള്ളത്. സാധാരണ ITI ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും തന്നെ ഇല്ല. അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റിനുള്ളിൽ മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞത് ആരെയും ആക്ഷേപിക്കുന്ന രീതിയിലൊന്നും അല്ല ഞാനിത് ഉദ്ദേശിച്ചിട്ടുള്ളത്. എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് വളരെ മറ്റുള്ള വ്യക്തികൾക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലോട്ട് പോകുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്, അവരുടെ ആ ഒരു സംസാര രീതികളെല്ലാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.